ഏവർക്കും ലേൺസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രം അതുപോലെ തന്നെ പക്ഷി സങ്കേതങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ആന സംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് ഇത് കോട്ടൂർ. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ. എന്താണ് പ്രത്യേകത? കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ്. അപ്പം കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ്. കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നതും എവിടെ തന്നെയാണ്? കോട്ടൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയുണ്ട്, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കോടനാടുമുണ്ട്. അപ്പൊ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ്. എന്താണ് മറ്റൊരു പ്രത്യേകത? കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നതും എവിടെ തന്നെയാണ്? കോട്ടൂരാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയും എറണാകുളം ജില്ലയിലെ കോടനാടുമാണ്. പ്രശസ്തമായ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. മറ്റൊരു പേരെന്താണ്? ഗവി മ്യൂസിയം. അപ്പൊ പ്രശസ്തമായ ആനക്കൂട് അല്ലെങ്കിൽ ഗവി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1942 ഇത് നിലവിൽ വന്നത്. അപ്പൊ പ്രശസ്തമായ ആനക്കൂട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോന്നിയിലാണ്. 1942 നിലവിൽ വന്നത്. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരം ചോദിച്ചാൽ കമ്പകമാണ്. അപ്പൊ കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരം ഏതാണ്? കമ്പകമാണ്. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ചോദിച്ചാൽ ഐതിഹ്യമാലയാണ്. അപ്പൊ എന്താണ്? പ്രശസ്തമായ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1942 നിലവിൽ വന്നത്. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരം ചോദിച്ചാൽ കമ്പകമാണ്. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഐതിഹ്യമാലയാണ്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ചോദിച്ചാൽ ഗവി മ്യൂസിയമാണ്. അപ്പൊ ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? ഗവി മ്യൂസിയമാണ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ അതുപോലെ തന്നെ ചിന്നക്കനാലാണ്. മൂന്നാറിലെ ആനയിറങ്ങൽ, ചിന്നക്കനാൽ എന്നിവയിലാണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത്. അപ്പൊ എവിടെയാണ്? ആനയിറങ്ങൽ, ചിന്നക്കനാൽ എവിടെയാണ്? മൂന്നാറിലാണ്. കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം. വയനാട് ആന സംരക്ഷണ കേന്ദ്രം, വയനാട് ജില്ലയിലെ വയനാട് ആന സംരക്ഷണ കേന്ദ്രം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം. ഇടുക്കി ജില്ലയിലെ ആനമുടി ആന സംരക്ഷണ കേന്ദ്രം. ഇടുക്കി ജില്ലയിലെ തന്നെ പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം. അപ്പൊ വയനാട് ആന സംരക്ഷണ കേന്ദ്രം, നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം, ആനമുടി ആന സംരക്ഷണ കേന്ദ്രം, പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം. അപ്പൊ നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? മലപ്പുറത്താണ്. ആനമുടിയും പെരിയാറും എവിടെയാണ്? ഇടുക്കി ജില്ലയിലുമാണ്. ഇനി നമുക്ക് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നോക്കാം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? കുമരകം, കോട്ടയം ജില്ലയിലെ കുമരകം, പാലക്കാട് ജില്ലയിലെ ചൂളന്നൂർ, എറണാകുളം ജില്ലയിലെ മംഗളവനം, മലപ്പുറം ജില്ലയിലെ കടലുണ്ടി, തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ, എറണാകുളം ജില്ലയിലെ തന്നെ തട്ടേക്കാട്. അപ്പം കുമരകം നമുക്കറിയാം എവിടെയാണ്? കോട്ടയത്താണ്. ചൂളന്നൂർ എവിടെയാണ്? ചൂളന്നൂർ പാലക്കാട് ജില്ലയിലാണ്. ചൂളന്നൂർ. എറണാകുളം ജില്ലയിൽ 2 എണ്ണമുണ്ട്, തട്ടേക്കാടുമുണ്ട്, അതുപോലെ തന്നെ മംഗളവനവുമുണ്ട്. മലപ്പുറം ജില്ലയിലാണ് കടലുണ്ടി. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? അരിപ്പയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കോട്ടയം ജില്ലയിലെ കുമരകം, പാലക്കാട് ജില്ലയിലെ ചൂളന്നൂർ, എറണാകുളം ജില്ലയിലെ മംഗളവനവും തട്ടേക്കാടും, മലപ്പുറം ജില്ലയിലെ കടലുണ്ടി, തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ. ഇനി നമുക്ക് അതിനകത്ത് തട്ടേക്കാട് ആദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണേത്?
തട്ടേക്കാട്. എറണാകുളം ജില്ലയിലാണ് 1983 നിലവിൽ വന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ ഏതാണ്? എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1983 നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ചോദിച്ചാലും കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ചോദിച്ചാലും അതിന്റെ ഉത്തരം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് ഇത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പൊ എന്താണ്? കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് ഇത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1983 നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ചോദിച്ചാലും ഏത് തന്നെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ചോദിച്ചാൽ തട്ടേക്കാടാണ്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലാണ് ഏത് പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്? തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്. അപ്പൊ സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ചോദിച്ചാൽ അതേതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കുമരകം നോക്കാം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഇത്? കുമരകം പക്ഷി സങ്കേതം. പണ്ട് കാലങ്ങളിൽ PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നു ഇത്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും ഏതിനെ അറിയപ്പെടുന്നുണ്ട്? കുമരകം പക്ഷി സങ്കേതത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതമാണ്. അത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ്. അതുകൊണ്ടാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത് ആരാണ്? ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ്. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ നദി. അപ്പം കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അതേതാണ്? കവനാർ ആണ്. അപ്പൊ കവനാർ ഏത് പക്ഷി സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്? കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? കവനാർ. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. അപ്പൊ എന്താണ്? ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. അപ്പൊ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ കുമരകം പക്ഷി സങ്കേതമാണ്. ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ്. ആരാണ്? ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത്. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കവനാർ ആണ്. ഏത് നദിയാണ്? കവനാർ ആണ് കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം ചോദിച്ചാൽ കുമരകം പക്ഷി സങ്കേതമാണ്. എന്താണ്? ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം ചോദിച്ചാൽ കുമരകം പക്ഷി സങ്കേതമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് മംഗളവനം നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണേത്? മംഗളവനം പക്ഷി സങ്കേതം. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു ഏറ്റവും വലുത് ഏതായിരുന്നു? ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വലുതും ഏതായിരുന്നു? തട്ടേക്കാടാണ്. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും, അതായത് ഏറ്റവും വലുതായ തട്ടേക്കാടും ഏറ്റവും ചെറുതായ മംഗളവനവും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം, കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നീ
പ്രത്യേകതകളുള്ളത് എന്തിനാണ്? മംഗളവനം പക്ഷി സങ്കേതത്തിനാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഓർക്കുക, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ മംഗളവനം പക്ഷി സങ്കേതമാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം, കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. എന്താണ്? മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും മംഗളവനമാണ്. അപ്പൊ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? മംഗളവനമാണ്. അപ്പൊ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നു. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? മംഗളവനമാണ്. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതവും ഏത് തന്നെയാണ്? മംഗളവനമാണ്. അപ്പൊ കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? മംഗളവനമാണ്. അപ്പൊ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നു. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതവും ഏത് തന്നെയാണ്? മംഗളവനമാണ്. പക്ഷികളെ കൂടാതെ വിവിധയിനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് മംഗളവനം. അപ്പം പക്ഷികളെ കൂടാതെ അവിടെ എന്തുണ്ട്? വിവിധയിനം ചിലന്തികളും കാണപ്പെടുന്നുണ്ട്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? മംഗളവനമാണ്. അപ്പൊ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? മംഗളവനമാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതമാണ്. എന്താണ്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതമാണ്. എന്താണ്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. അപ്പൊ ആലപ്പുഴ ജില്ലയിലെ നൂറനാടിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. ഇപ്പൊ കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. ഇനി നമുക്ക് ചൂളന്നൂർ കൂടി പഠിക്കാം. അതോടുകൂടി നമ്മുടെ പക്ഷി സങ്കേതങ്ങൾ നമ്മൾ പഠിച്ചു തീർക്കും. അപ്പൊ എന്താണ് പ്രത്യേകത? മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണിത്. ചൂളന്നൂർ വന്യജീവി സങ്കേതം. അതെവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ എന്താണ്? മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചൂളന്നൂരാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാലും ചൂളന്നൂരാണ്. അപ്പൊ എന്താണ്? കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ചൂളന്നൂരാണ്. അപ്പൊ മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ ചൂളന്നൂരാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അതും ഏതാണ്? ചൂളന്നൂരാണ്. KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്ന് അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠന്റെ സ്മരണാർത്ഥമാണ് ഈ പേര് കൊടുത്തത്. അപ്പൊ KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് KK നീലകണ്ഠനാണ്. ഇതിൽ പറയാത്തൊരു പോയിന്റ് ഉണ്ട്. ഇന്ദുചൂടൻ എന്ന
തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? KK നീലകണ്ഠനാണ്. അപ്പൊ KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്ന് അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? KK നീലകണ്ഠനാണ്.